എന്നും നമ്മൾ ഒരുപോലെ ആയിരിക്കില്ലല്ലോ. ചില ദിവസങ്ങൾക്ക് ഭയങ്കര മടിയും ക്ഷീണമൊക്കെ ആയിരിക്കും. ഇപ്പോൾ നോമ്പാണല്ലോ അല്ലേ. അപ്പോൾ ഷുഗറിൻ്റെ പ്രശ്നങ്ങളാണോ എന്തോന്ന് അറിയില്ല, എനിക്ക് ഭയങ്കര ക്ഷീണമായിരുന്നു. അപ്പോൾ നമ്മൾ ഇന്ന് മീൻകറിയും ദോശയാണ് വെക്കുന്നത്. പത്തിരിയും ഇറച്ചിക്കറിയും ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഇന്ന് ഒഴിവാക്കിയിട്ടുണ്ടായിരുന്നു. ഈ സ്വഭാവം എത്ര പേർക്കുണ്ടെന്ന് പറയണം കേട്ടോ. നമ്മൾ ഞങ്ങളുടെ നാട്ടിൽ മീൻകറി തൂമിക്കുക എന്നാണ് പറയുക. ഇതിങ്ങനെ വറവിട്ടിട്ട് ആ പാത്രത്തിലേക്ക് കുറച്ചുകൂടെ മീൻകറി ഇങ്ങോട്ട് തിരിച്ചൊഴിച്ചിട്ട് അതൊന്ന് കലക്കി വീണ്ടും അങ്ങോട്ട് ഒഴിക്കുക. ഒരു തുള്ളി വെളിച്ചെണ്ണ പോലും നമ്മൾ കളയാൻ സമ്മതിക്കൂല. പിശുക്കാണെന്നൊന്നും തോന്നണ്ട, അതങ്ങനെയാണ് കേട്ടോ. ഒരുവിധം പെണ്ണുങ്ങളെല്ലാവരും ചെയ്യുന്ന പരിപാടിയാണ്. ഇപ്പം സ്കൂളൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ വിറകടുപ്പിലാണ് ചോറും കറിയൊക്കെ വെക്കൽ. പത്തിരി മാത്രമാണ് നമ്മൾ ഗ്യാസ് അടുപ്പിൽ വെക്കുകയുള്ളൂ. അപ്പോൾ നമ്മൾ ചോറും റെഡി ആയിട്ടുണ്ട്, അത്താഴത്തിൻ്റെ ചോറായിട്ടുണ്ട്. പിന്നെ അത്താഴത്തിന് ഇന്ന് നമ്മൾ കോളിഫ്ലവർ ഫ്രൈ ചെയ്യുന്നുണ്ട്. പിന്നെ ഇന്ന് മുന്തിരി സ്ക്വാഷ് ഉണ്ടാക്കുന്നുണ്ട്. സ്പൂണൊക്കെ അതിനകത്ത് വീണ് കിടക്കുന്നുണ്ട്. ഇതൊക്കെ ഇതിൽ പറഞ്ഞിട്ടുള്ളതാണ്, ഒന്നും ഇങ്ങോട്ട് മെയിൻ ചെയ്യാൻ നിൽക്കണ്ട. പിന്നെ നമ്മുടെ ജ്യൂസ് ഉണ്ട്, പിന്നെ കോളിഫ്ലവർ ഫ്രൈ, ദോശ. ഇത്രത്തോളം ഇന്നത്തെ വിശേഷങ്ങൾ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ കണ്ടില്ലേ ഞാനിട്ടോ എൻ്റെ വീട്ടിൽ ഞാൻ ഇങ്ങനെ ചോറ് വാർക്കൽ. അപ്പോൾ ദോശയും റെഡിയായി. ബാക്കി നാളെ കാണാം കേട്ടോ.